ഹായ് കൂട്ടുകാരെ, റെയിൻഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു അടിപൊളി ബോഗൻവില്ലയാണ്. നല്ലൊരു വെറൈറ്റി ബോഗൻവില്ലയാണ്. ഇതിൻ്റെ പേര് മഹാറാണി എന്നാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് മഹാറാണി. ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം. ഇത് ആദ്യം ഒരു വൈറ്റ് കളറിലാണ് ഇതിൻ്റെ ആദ്യം വരുന്നത്. വൈറ്റ് അതളുകളായിരിക്കും ഇതിൻ്റെ പൂക്കൾ. പിന്നെ അത് ചേഞ്ച് ചെയ്ത് പല കളറിൽ വരും. ഇതേപോലെ ഒരു ഓറഞ്ച് കളറിന് മിക്സ് ചെയ്ത കളറിൽ വരും. ചിലയിടത്ത് വൈറ്റായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ പല പല ഷെയ്ഡിലായിട്ട് ഇത് നിൽക്കും. ചിലയിടത്ത് ഓറഞ്ച്, പ്യുവർ ഓറഞ്ച് ആയിട്ട് നിൽക്കും. കണ്ടോ, ഇതേപോലെ നിൽക്കും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ പല കളർ വരുന്നതുകൊണ്ട് തന്നെ ഇത് മഹാറാണി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു വെറൈറ്റിയാണ്. ബോഗൻവില്ലയിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വില ഉള്ള ഒരു വെറൈറ്റിയും കൂടാണ്. അത്യാവശ്യം റേറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് മഹാറാണി. അപ്പോൾ എല്ലാവരും ഇത് കളക്ഷനിൽ മേടിച്ച് വെക്കാൻ നോക്കണം. നല്ല കൊലയായിട്ട് ഫ്ലവർ ചെയ്യും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഈ ഒരു ചെറിയ പോട്ടിൽ ഞാൻ വെച്ചതാണ്. 2 പ്ലാന്റ് എനിക്കുള്ളൂ. രണ്ടിലും നല്ലപോലെ ഫ്ലവർ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. നല്ല രസമാണ്. എഡ്ജ് മാത്രം ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു പീച്ച് കളർ എന്നൊക്കെ പറയാം. കറക്റ്റ് കളർ നമുക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരു ഓറഞ്ചാന്ന് പറയാം ഏകദേശം. നല്ല എഡ്ജിൽ മാത്രം വരുന്ന ഈ ഒരു വെറൈറ്റി നല്ലൊരു ഉഗ്രം വെറൈറ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് കളക്ഷനിൽ മേടിച്ച് വെക്കാൻ നോക്കണം. പലയിടത്തും പല ഡിസൈനിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. കണ്ടോ, ചെറിയ പിങ്കൊക്കെ വരുന്ന ചെറിയ ഫ്ലവറുണ്ട്. ചിലതിൽ ഓറഞ്ച് കയറി വരുന്നുണ്ട്. അങ്ങനെ 3-4 ഷെയ്ഡ് ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു വെറൈറ്റിയാണ് മഹാറാണി. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് കിട്ടുമെങ്കിൽ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിൽ വെക്കുക. നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഇലയ്ക്ക് ഇങ്ങനെ ഒരു ചുരുളം പോലെയൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് അതിന് ന്യൂട്രിയൻസിൻ്റെ അഭാവമൊക്കെ കൊണ്ട് വരാം. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് മൈക്രോ ന്യൂട്രിയൻസ് മേടിച്ച് ഇടയ്ക്ക് തളിച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല ഒരു ഇത് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇല ചുരുളൊക്കെ മാറും. മഹാറാണിക്ക് പൊതുവേ കാണുന്നതാണ് ഇല ചുരുണ്ട് വരുന്നത്. അതൊക്കെ അങ്ങ് മാറി കിട്ടും. നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. നല്ല സൺലൈറ്റ് വേണം. ബോഗൻവില്ലയ്ക്ക് ഏറ്റവും പ്രധാനം നല്ല സൺലൈറ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടുന്നത് സൺലൈറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വളവും അതേപോലെ 18 വല്ലപ്പോഴും ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കാമെങ്കിൽ ഈവനിങ്ങിലെ രാസവളമൊക്കെ നമ്മൾ കൊടുക്കാവുള്ളൂ. വല്ലപ്പോഴും 18 ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളിലും. ഇല്ലെങ്കിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി. ചെറിയ സ്പൂണിന് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വെറൈറ്റി തന്നെയാണ് മഹാറാണി. ഇത് ആൾറെഡി ഇപ്പം നമ്മുടെ നഴ്സറികളിലെല്ലാം മേടിക്കാൻ കിട്ടും. പറ്റുമെങ്കിൽ എല്ലാവരും മേടിച്ച് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.